തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതെന്ത്, തഞ്ചത്തില് തഞ്ചത്തില് നെഞ്ചിൻ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത്, കാറ്റില് വാസന കാതലിൻ വാസന ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. ഭയങ്കര ഒരു ചെറിയ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് ലവ് എന്നാണ് പറയുന്നത്. ആ ഒരു അൾട്ടിമേറ്റ് ലവിനെ പറ്റി പറയുന്ന ഒരു സംഭവമാണ് അത്. ഭയങ്കര ഡീപ്പായിട്ട് സാഹിത്യം ആയതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അതുകൊണ്ട് അതിന് ആക്ച്വലി പ്രോപ്പറായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു മീനിങ് ഉണ്ട് ആ പാട്ടിൻ്റെ ലിറിക്സിന്. എനിക്ക് അറിയുന്നില്ല, എനിക്ക് എന്താ തോന്നാത്തതെന്നില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തട്ടത്തിൽ കയറുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞെങ്കിൽ സ്കൂൾ സമയം ഓർമ്മ വന്നു, പണ്ടത്തെ ലവറിന് ഓർമ്മ വന്നു, അങ്ങനെ നഷ്ടപ്രണയം അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് തോന്നാത്തതായിരിക്കും. അങ്ങനെ പുള്ളി വന്ന് വളരെ പെട്ടെന്ന് പാടി പോയി. കുറേ സമയം സ്റ്റുഡിയോയിലിരുന്ന് മാറ്റി പാടിപ്പിക്കുക, അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പാടണം, അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി വളരെ പെട്ടെന്ന് വന്നു പാടിപ്പോയി. കണ്ണാലേ കണ്ണാലേ രണ്ടാളും മിണ്ടിയിലേ കണ്ണായും ചിമ്മാതെ ഇന്നാളും മിണ്ടിയിലേ തോളും മേലാരോ തോളും ചാരിയിലേ. ഞാനിങ്ങനെ പാടുന്ന സമയത്തില്ല, ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഞാനതിൽ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നില്ല ആ സമയത്ത്. ചിത്രേച്ചി ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്വീറ്റാണ് ചിത്രേച്ചി. ചിത്രേച്ചിനെ കാണാൻ ഭയങ്കര ഒരു ഗ്രേസും, അതായത് ഒരു ഭയങ്കര രസം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാവില്ല. കണ്ട് ചിത്രേച്ചിനോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പാടുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. പാടിക്കഴിഞ്ഞ് ചിത്രേച്ചി ഓക്കെ അല്ലേന്ന് ചോദിക്കും, ആ ഓക്കെ അങ്ങനെ. അതാണ് ആ ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പാടാൻ പറ്റണം. ഭയങ്കര ടഫായിട്ടൊരു സാധനം ഉണ്ടാക്കി ഞാനിപ്പോഴും വിചാരിക്കുന്നത് അതെ, ഇനി പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് വെറുതെ ഒന്ന് മൂളാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പണ്ടത്തെ പാട്ടൊക്കെ കരോക്കേന്ന് വെച്ച് വെറുതെ പാടാമല്ലോ. നമസ്കാരം, മ്യൂസിക് ഡയറക്ടർ ശ്രീഹരിയാണ് മീഡിയോനോടൊപ്പം. സ്വാഗതം. താങ്ക് യു. ഇപ്പം അഭിലാഷം OTT റിലീസ് കൂടെ ആയതിനു ശേഷം പാട്ടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അത് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. തട്ടത്തിൽ തുടങ്ങിയിട്ട് എല്ലാ പാട്ടുകളും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ? സന്തോഷം. അത് കുറച്ച് നാളെ ആക്ച്വലി ഇങ്ങനെ ഒരു അപ്രിസിയേഷനൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ അപ്രിസിയേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം ഇങ്ങനെ ത്രൂ ആയിട്ടുണ്ട്. അഭിലാഷത്തിൻ്റെ ഡയറക്ടർ ഷംസു കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, തട്ടത്തിൽ തുടങ്ങിയ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ആളുകൾ വന്നെങ്കിലും പിന്നീട് ഇപ്പം അതിന് വലിയ രീതിയിലാണ് അപ്രിസിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്, പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആദ്യ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പേടി ഇപ്പോൾ മാറിയോ? അത് മാറി. നമ്മൾ ആക്ച്വലി ആ പാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പടത്തിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ളൊരു ഫാക്ടർ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് തന്നെ ആ പാട്ട് ചെയ്തത്. പക്ഷെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ആൾക്കാർക്ക് എന്താ പറയുക, ആൾക്കാരിലേക്ക് എത്തിയില്ല ആ പാട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ഗ്രാജുവലി ഓക്കെ ആയി. ഞാൻ മുന്നേ ശ്രീഹരി ഷംസുവിൻ്റെ അടുത്ത് പാട്ട് അയച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ലിറിക്സും ശ്രീഹരി കമ്പോസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ പോർഷനുമായിട്ട് അയച്ചു കൊടുത്ത് കണ്ട് തിരിച്ച് ഫുൾ വാട്സപ്പ് വഴിയാണ് നിങ്ങളുടെ കോൺവെർസേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണോ മെത്തേഡ്? ലിറിക്സ് കിട്ടി അതിന് കമ്പോസിഷൻ ഉണ്ടാക്കുന്നു, ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുന്നു, കറക്ഷൻസ് വരുന്നു, അതാണോ പ്രോസസ്സ്? രണ്ടും ചെയ്യാറുണ്ട്. ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യാറുണ്ട്, വെറുതെ ഒരു മെലഡി ഉണ്ടാക്കി അയച്ചു കൊടുത്ത് അത് ഓക്കെ ആയി അതിൻ്റെ മുകളിലേക്ക് ലിറിക്സ് എഴുതി അങ്ങനെ ചെയ്യാറുണ്ട്. ഡിപ്പെൻസ് ആണ്. ഈ തട്ടത്തിലൊക്കെ ചെയ്തത് ഷർഫൊക്കെ ഞാനും കൂടെ ഇരുന്ന് പുള്ളി ലിറിക്സ് 2 വരി എഴുതും, ഞാൻ ഇപ്പുറത്തുനിന്നത് കമ്പോസ് ചെയ്യും, പിന്നെ 2 വരി എഴുതും,
അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിൽ ആ പാട്ടിൽ അങ്ങനെ സംഭവിച്ചത്. ബാക്കി എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ പാട്ടും കമ്പോസ് ചെയ്ത് ട്യൂൺ ഉണ്ടാക്കിയതിന് ശേഷം ലിറിക്സ് വന്നതാണ്. വരികൾ കിട്ടിയിട്ട് അതിലേക്ക് സംഗീതം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ശ്രീഹരിയുടെ ഒരു രീതി? ഞാൻ ആക്ച്വലി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് പ്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്തു പോകും. അതൊരു മെലഡി, വെറുതെ മെലഡി പാടി പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നതല്ല. എൻ്റെ പാട്ടുകൾ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കും, ഒരു മെലഡി ഉണ്ടാക്കും, ആ സമയത്ത് തന്നെ ബേസിക് പ്രോഗ്രാമിങ്, അതായത് പ്രൊഡക്ഷനൊക്കെ ഇങ്ങനെ ചെയ്തു പോകും. പിന്നെ അത് ചില സമയത്ത് കുറേ മാറും, അല്ലെങ്കിൽ പുതിയതായി ചെയ്യും. പ്രൊഡക്ഷൻ സൈഡ് അങ്ങനെ എൻ്റെ വർക്കാണ്. അതായത് പാട്ട് ഏകദേശം ആകുമ്പോഴേക്കും ഒരു 60-70% പ്രൊഡക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണം. ലിറിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഈ പറഞ്ഞ പോലെ കുറച്ച് ലിറിക്സ് ആദ്യം എഴുതും, പിന്നെ അത് മെലഡി ഉണ്ടാക്കി പിന്നെ എഴുതും, മാറ്റും. അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രോസസ്സില്ല, എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഈ പാടാനുള്ള തീരുമാനം കൂടെ വരികയാണല്ലോ തട്ടത്തിൽ വരുന്ന സമയത്ത്. ശ്രീഹരിയുടെ തന്നെ വോയിസ് ആയിരുന്നു അത്. പാടാനെടുത്ത തീരുമാനം അത് കുറച്ച് വേറെ സിംഗേഴ്സിനെ കൊണ്ടൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷ്വലി ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് പിന്നെ എൻ്റെ വോയിസ് ആക്ച്വലി അത്ര മെച്ചുവർഡായിട്ടുള്ള സൗണ്ടൊന്നും അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എനിക്കങ്ങനെയാണ് തോന്നിയത്, ഒരു അത്ര ബേസ് ഒന്നുമില്ല. അപ്പോൾ ഈ പാട്ടിന് വേണ്ടത് അങ്ങനത്തെ ഒരു സൗണ്ടായിരുന്നു എന്ന് ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയ സമയത്ത് എൻ്റെ സൗണ്ട് ആക്ച്വലി ഇവർക്ക് വർക്കായിരുന്നു, ഷംസുഖക്കും വക്കീക്രൂനൊക്കെ. അപ്പോൾ അങ്ങനെ എന്നാൽ ശരി നീ എന്നെ പാടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വെച്ചതാണ്. പക്ഷേ ഞാൻ എൻ്റെ വോക്കൽ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ വേറെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സിംഗേഴ്സിനെ കുറിച്ച് ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ വിഷ്വലിലേക്ക് വരുമ്പോൾ കുറച്ച് കുട്ടി സൗണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാളെ സൗണ്ട് ആയിരിക്കണം എന്നുള്ളതൊരു ഫാക്ടറായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ സൗണ്ട് വെച്ചതാണ്. തട്ടത്തിൽ പാടാമോ? അത് പാടിത്തരാം. തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതെന്ത്, തഞ്ചത്തില് നെഞ്ചിൽ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത്, കാറ്റില് വാസന കാതലിൻ വാസന ലാഞ്ചന നെഞ്ചിലാലോചന. ഇതിലെ വരികളും ഭയങ്കര രസമുണ്ട്. ഷർഫുഖാണ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്. ഷർഫുഖ് ആക്ച്വലി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അങ്ങനെ ഇന്ന് തന്നെ വേണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നൊന്നും വാശി പിടിക്കുന്ന ആളൊന്നുമല്ല. ഈ തട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഷർഫുഖ വന്നു, രണ്ടുപേരും എഴുതി, അത് കമ്പോസ് ചെയ്തു, പിന്നെ രണ്ടുപേരും എഴുതി കമ്പോസ് ചെയ്തു. അങ്ങനെ ഒരു പണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അതായത് കമ്പോസറും ലിറിക്സിസ്റ്റും ഒന്നിച്ചിരുന്ന് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെ ഒരു മെത്തേഡാണ് ഈ പാട്ടിലുണ്ടായത്. അപ്പോൾ അത് പക്ഷെ നമ്മൾ ഒറ്റത്തവണ, അതായത് ഒരു പ്രാവശ്യം ഇരുന്ന് ചെയ്തതല്ല, ഒരു 3-4 പ്രാവശ്യം എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അതിൽ കൂടുതൽ തവണ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇരുന്ന് അങ്ങനെ എഴുതി കമ്പോസ് ചെയ്താൽ അങ്ങനെ ഇരുന്നിട്ടും പിന്നെയും ഫൈനൽ, അതായത് പാട്ട് ഓൾമോസ്റ്റ് ഫൈനൽ ആവുന്ന ഒരു സമയം വരെ നമ്മൾ ലിറിക്സ് ചില വേർഡ്സ് പിന്നെയും മാറ്റി അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇരുന്ന് കേട്ടു. ഒരുപാട് മാറ്റം ലിറിക്സിൽ തന്നെ ചില സ്ഥലത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഷർഫുഖ് എന്ന് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്തതാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായിട്ടൊരു പ്രോസസ്സല്ല, നമ്മളൊരു വളരെ റിലാക്സ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തതാണ്. ഈ തട്ടത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ലൈലാൻ്റെ പാട്ട് വീണ്ടും വരുന്നത്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ശ്രീഹരി ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ട്രാക്കുകളിൽ നിന്ന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് അത് വന്നത്. അത് തൊട്ടടുത്ത് തന്നെ പെരുന്നാൾ വന്നതോടുകൂടെ അത് വലിയ രീതിയിൽ ട്രെൻഡായി മാറാൻ കൂടെ ചെയ്തു. ആ സമയത്ത് പെരുന്നാൾ വന്നുകൊണ്ട് ആ പാട്ട് കുറച്ച് ആൾക്കാർ അവരെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു. അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ സ്കോർ ചെയ്ത് ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു പാട്ടില്ല ആക്ച്വലി. ആ പാട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിലർ വന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിലർ വന്ന സമയത്ത് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായി. അതിൻ്റെ ഫസ്റ്റ് കുറച്ച് നമ്മൾ തട്ടത്തിൽ പാട്ട് യൂസ് ചെയ്തു. പിന്നെ അർജുൻ അശോകൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കുറച്ച് ഒരു പെപ്പി പരിപാടിയാണ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം ഭയങ്കര സ്ലോ ആയിട്ടുള്ള, പിന്നെ കുറച്ച് അങ്ങനത്തെ കട്ട്സൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഞാൻ ചെയ്തു, ട്രെയിലർ മ്യൂസിക് പോലെ ചെയ്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു മാപ്പിളപ്പാട്ട് പോലത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി ഷംസുഖക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി അത് വർക്കായി. അപ്പോൾ കുറച്ചും കൂടി ട്രെയിലർ കാണുമ്പോൾ കുറച്ച്
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അത് കുറച്ച് പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഷർഫക്കാനെ ഞാൻ വിളിച്ചു, ലിറിക്സൊക്കെ എഴുതി കുറച്ച് പെപ്പി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അത് ട്രെയിലറിലേക്ക് ഫിക്സ് ചെയ്തു. അപ്പോൾ തോന്നി ഇതൊരു 1 minute ട്രാക്ക്, അത് അങ്ങനെ ഒരു സംഭവമാക്കി ഇറക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ഒരു സുന്ദരി ലൈല എന്നുള്ള ട്രാക്ക് ഉണ്ടായത്. അത് സിനിമയിൽ യൂസ് ചെയ്തിട്ടില്ലേ കുറച്ച് ഭാഗത്ത്? അത് ഇൻ്റർവെല്ലിലേക്ക് നമ്മൾ പിന്നെ അവിടെ പാച്ച് ചെയ്ത് വെച്ചു. ഇൻ്റർവെല്ലിൽ ആക്ച്വലി വേറെ മ്യൂസിക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ട്രെയിലർ മ്യൂസിക് ചെയ്ത് ഓക്കെ ആയി, അതൊരു പാട്ട് പോലെ ആക്കി. എന്നാൽ നമുക്കിത് പടത്തിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെയും കൂടി ഫിക്സ് ചെയ്തു. അങ്ങനെ ആ പാട്ട് ഉണ്ടായത്. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ട്രാക്കായിരുന്നു. അതേപോലെ തന്നെ ഖൽബിനഗമേ, ഇതൊന്നും ആ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും അത് അത്രയും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് അതിലെ ലാസ്റ്റിലേക്ക് വരുന്ന ഭാഗം, അത് കംപ്ലീറ്റ്ലി ഖൽബിനഗമേ അത്രയും നേരം കൊണ്ടുപോകുന്ന ഒരു ഇമോഷനെ പെട്ടെന്നെടുത്ത് പൊക്കി വെക്കുന്ന ഒരു പോർഷനാണ് ലാസ്റ്റത്തെ. ഇത് കഴിഞ്ഞ ദിവസം അത് ഡാബ്സി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഇപ്പോഴാണ് അതിന് കുറച്ചും കൂടെ റെക്കഗ്നീഷൻ വന്നു തുടങ്ങുന്നത്. ഖൽബിനഗമേ തന്നിട്ടുള്ള ഇമ്പാക്ട്. ഈ പാട്ട് ആക്ച്വലി ക്ലൈമാക്സിലേക്ക് നമ്മൾ തീരുമാനിക്കുന്നതിന് ഷൂട്ട് തുടങ്ങിയതിന് ശേഷം, അതിന് മുന്നേ കുറച്ച് ട്രാക്സ് ചെയ്തു. പക്ഷെ അത് ഇത് ആക്ച്വലി മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായ ട്രാക്കായിരുന്നു. പക്ഷെ ഇത് തന്നെ ക്ലൈമാക്സിലേക്ക് വെക്കാന്നുള്ള തീരുമാനം ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ. എനിക്ക് തോന്നുന്നു ഈ പാട്ട് നിമലാന്ന് തോന്നുന്നത്, എഡിറ്റർ നിമലാണ് കറക്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്ത പാട്ടിൻ്റെ. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പാട്ട് ഈ ലിറിക് പോർഷൻ ഇവിടെ തുടങ്ങാന്നുള്ളത്. അപ്പോൾ ആ പാട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബേസിക് ട്യൂൺ ഉണ്ടാക്കി ഷാർഫഖാനെ വിളിച്ചു, ഷാർഫഖ് ലിറിക്സ് ചെയ്തത്. അപ്പോൾ ഷാർഫഖിൻ്റെ ലിറിക്സ് ആക്ച്വലി കുറച്ച് ഭയങ്കര ഹിസ്റ്ററി ഒരു അങ്ങനെ ഉണ്ട്. അല്ലെ മറ്റേ മക്കയിലത്തെ മറ്റേ കാബ, മറ്റേ സംസം എന്നില്ല, അതൊക്കെ ഭയങ്കരമായിട്ട് അർത്ഥ തലങ്ങളുള്ള വേർഡ്സാണ്. ആ പാട്ടിന് ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ലിറിക്കൊക്കെ വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഷർഫക്കയും ഷംസുക്കൊക്കെ പറഞ്ഞത് പടം ഇറങ്ങിക്കഴിഞ്ഞ് ആൾക്കാർ കണ്ടതിന് ശേഷമായിരിക്കും, അതായത് വിഷ്വലിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷമായിരിക്കും ആ പാട്ട് ആൾക്കാർ ചിലപ്പോൾ കുറച്ചും കൂടി കേൾക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര റെസ്പോൺസ് ആ പാട്ടിന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ അധികം കേൾക്കുന്നത് ഖൽബിനഗമയാണ്. ആ കഥ എന്താന്ന് ചോദിച്ചില്ലേ? കഥ പറഞ്ഞു തന്നു, പക്ഷെ എനിക്ക് മറന്നുപോയി. അതെന്താന്ന് വെച്ചാൽ ഈ മക്കയിലെ ഇങ്ങനെ അവരിങ്ങനെ നമ്മൾ ഒരു പ്രദക്ഷിണം പോലെ വെക്കുന്ന, അങ്ങനെ കറക്റ്റ് ടേമാണോ എന്നറിയില്ല അത്. അപ്പോൾ അത് അവിടുന്ന് വരുന്ന മറ്റേ ഒരു സംസം എന്നില്ല, അതാണ് വെള്ളം. അത് പിന്നെ ഇത് ഭയങ്കര ഒരു ചെറിയ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് ലവ് എന്നാണ് പറയുന്നത്. ആ ഒരു അൾട്ടിമേറ്റ് ലവിനെ പറ്റി പറയുന്ന ഒരു സംഭവമാണ് അത്. ഭയങ്കര ഡീപ്പായിട്ട് സാഹിത്യം ആയതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിപ്പാളും. അതുകൊണ്ട് അതിന് ആക്ച്വലി പ്രോപ്പറായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു മീനിങ് ഉണ്ട് ആ പാട്ടിൻ്റെ ലിറിക്സിന്. അത് ഭയങ്കര ക്ലെൻസിങ് ഫീൽ ഉണ്ട്. ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും പകലിരവുകളുടെ റബ്ബ് എന്ന് പറഞ്ഞ് അത് കയറി വരുന്ന സമയങ്ങളിൽ ഇമോഷണൽ വെയിറ്റേജ് തോന്നും കേൾക്കുന്ന ആൾക്കാർക്ക്. ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശ്രീഹരിക്ക് അങ്ങനത്തെ ഫീലിങ്സ് അതുണ്ടോ? എനിക്ക് അറിയുന്നില്ല, എനിക്ക് എന്താ തോന്നാത്തതെന്നില്ല. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞെങ്കിൽ സ്കൂൾ സമയം ഓർമ്മ വന്നു, പണ്ടത്തെ ലവറിന് ഓർമ്മ വന്നു, അങ്ങനെ നഷ്ടപ്രണയം, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് തോന്നാത്തായിരിക്കും. ഇതിന്റെ പ്രോസസ്സിന്റെ സമയത്തും ഈ ലിറിക്സ് ഹിറ്റ് ചെയ്യില്ല, വന്നിട്ടില്ല? ഇല്ല, അതെനിക്ക് വരുന്നില്ല. അതെന്താ എനിക്ക് ഇപ്പോഴും വരുന്നില്ല. എനിക്കങ്ങനെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലി അതിൽ ഇന്ന പാട്ട് വർക്കാവുന്നുണ്ടോ, പാട്ട് ഈ പറഞ്ഞ പോലെ മെലഡി ഓക്കെ ആവുന്നുണ്ടോ എന്നില്ല, ഞാൻ ആ രീതിയിൽ എൻ്റെ തോട്ട് പോകുന്നുള്ളൂ. അത് ഭയങ്കരമായിട്ട് ഇമോഷണലി എൻ്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ കരയാന്നുള്ള ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാന്നുള്ളത് അങ്ങനെ ഇല്ല. അതൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് ചിലപ്പോൾ എന്താ അങ്ങനെ എനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന് ഉത്തരം പ്രോപ്പറായിട്ട്. ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും പാട്ടുമായിട്ട് ഇമോഷണലി ആ രീതിയിലല്ല, ലൈക്ക് നമുക്കൊരു പേഴ്സണൽ ബോണ്ടേജ് വരില്ലേ നമ്മുടെ ചില വർക്കുകളുമായിട്ട്, അങ്ങനെ വന്നിട്ടുണ്ടോ? ഇതിൽ തന്നെ അഭിലാഷിൽ തന്നെ അല്ല, മൊത്തത്തിൽ ചെയ്ത വർക്കുകൾ ഭയങ്കര അങ്ങനെ ഞാൻ തോന്നുന്നു ഞാനൊരു ഒറിജിനൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ട്രാക്ക്, ഇതല്ലാടർന്ന് വീഴുന്നു പറഞ്ഞിട്ട്. അതായിരിക്കും എനിക്ക് കുറച്ച് ഇമോഷണലി ആ പാട്ട് കേൾക്കുന്ന സമയത്ത് കുറച്ച് കണക്റ്റ് ആവുന്നത്. അതെൻ്റെ അച്ഛൻ എഴുതിയതാ, മറ്റേ ലോക്ക്ഡൗൺ സമയത്ത് എഴുതാ, സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നില്ലേ, ആ സമയത്ത് എഴുതതാ.
അപ്പോൾ അത് കുറച്ച് ഇമോഷണലി എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ചില സമയത്ത് ഇമോഷണലി ഒന്ന് കണക്റ്റ് ആവാറുണ്ട്. ബാക്കി ഒരു പാട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. അത് അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ചെയ്ത പാട്ടിലങ്ങനെ എനിക്കങ്ങനെ ഒരു നമ്മൾ ആസ്വദിച്ച് അങ്ങനെ കേൾക്കാൻ പറ്റാറ്. ഞാൻ എപ്പോഴും കേൾക്കുന്ന സമയത്ത് അയ്യോ അതവിടെ അത് മാറ്റായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോഴും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ തട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി വേറെ രീതിയിൽ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അത് മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. എല്ലാ പാട്ടിലും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അത് പിന്നെ ചെയ്തു നോക്കാറുണ്ടോ? അത് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, അത് പിന്നെ ഒന്നും വേസ്റ്റ് ഓഫ് ടൈമാണ്, ഒന്നും കാര്യം ഇല്ല. അതുകൊണ്ട് പിന്നെ ചെയ്തു നോക്കാറൊന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ നോ ടച്ചിങ്സ്. മുന്നേ ഒരു തവണ ഷംസുവിൻ്റെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ ഓള് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഷംസു ഹാഡ് ദറ്റ് വിയേർഡ് ഫീലിംഗ് ലൈക്ക് ഓക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇവനിവിടെ ഇരിക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല, പക്ഷെ പാട്ട് എല്ലാവരും ആസ്വദിക്കുന്ന അയാൾ ലൈവായിട്ട് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഓൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി, ഒരുപാട് വർഷമായി. അപ്പം അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്ന് ഓള് കേൾക്കുന്നു, ആൾക്കാർ കേട്ടിരിക്കുന്നു, അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ മൊമെന്റ്സ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ബേക്കറിയിൽ ചായ കുടിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ടു. അപ്പോൾ അത് അഭിലാഷൊക്കെ ഇറങ്ങുന്നതിന് കുറേ മുമ്പ്. ആ സമയത്തൊന്നും പ്രത്യേകിച്ച് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നു, സിനിമയൊന്നും ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഒരു സന്തോഷം, ഇടയ്ക്ക് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നില്ല. പിന്നെ ദുബായിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ FM കേൾക്കും ഈ പാട്ട്. അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് അയച്ചു തരും. ഈ ഓള് പാടിയത് സിദ് ശ്രീറാമാണ്, അദ്ദേഹം മലയാളിയല്ല. പക്ഷെ അതിൻ്റെ ലിറിക്സ് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് മലബാർ സൈഡിലേക്കുള്ള ഒരു സ്ലാങ് ആണ് അതിൽ വരുന്നത്. മലയാളി അല്ലാത്ത ഒരാളെ കൊണ്ട് ഈ ഒരു സ്ലാങ് പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയല്ലായിരുന്നോ? ഇതെങ്ങനെയാ ആൾക്കത് പറഞ്ഞു കൊടുക്കുകയാണോ, എന്തായിരുന്നു ആളെ കൊണ്ട് അത് ലൈക്ക് ഔട്ട് കിട്ടാനുള്ള ഒരു പ്രോസസ്സ്? പ്രൊനൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുള്ളി മലയാളി അല്ലാത്തതുകൊണ്ട് ചില വേർഡ്സ് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവുമല്ലോ, അതുണ്ടായതേ ഉള്ളൂ. ബാക്കി അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി ഒരു 2-3 ട്രൈ എടുത്തിട്ടായാലും അത് പാടിത്തരും. എന്നാൽ അങ്ങനെ ഭയങ്കര ടഫ് ജോലി ആയിരുന്നില്ല. പക്ഷേ ഈ പ്രൊനൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് റെക്കോർഡിങ് ടൈം കുറച്ച് സമയം എടുത്തു. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെലഡിയൊക്കെ പുള്ളി ആ ഒരു സമയത്ത് പാടിത്തരും. പക്ഷേ ഈ പ്രൊനൗൺസിയേഷൻ്റെ ഒരു കാര്യം മാത്രം, അത് ഈ മലയാളം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം. അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു ജോലി ആയിരുന്നില്ല, അത് നല്ലതായിരുന്നു. ഈ മണിയറേല അശോകൻ പ്രൊഡ്യൂസ് ചെയ്തത് ദുൽഖറാണ്. ദുൽഖറും ഗിരിഗറും കൂടിയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇതൊന്ന് വേഫറിന്റെ ഫസ്റ്റ് മൂവി ആയിട്ടാണ് മണിയറേല അശോകൻ വരുന്നത്. അതിൽ ദുൽഖർ തന്നെ പാട്ടും പാടുന്നുണ്ട്. അപ്പം ആളുടെ പ്രൊഡക്ഷനിൽ ആളുടെ തന്നെ പാട്ടിൽ ആ ട്രാക്ക് തന്നെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് തന്നിട്ടില്ലേ ആളുടെ കൂടെയുള്ള വർക്കിംഗ്? ദുൽഖറിന്റെ എനിക്ക് തോന്നുന്നു ഈ ഷംസുക്ക ഈ കഥയൊക്കെ പറയാൻ പോകുന്ന സമയത്ത് നമ്മളിൽ ആക്ച്വലി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓള് ഉണ്ണിമായ പെയ്യുന്നില്ല ട്രാക്കൊക്കെ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. അതായത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ട്രാക്കല്ല, ഒരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് ഇങ്ങനെ കഥയൊക്കെ പറയുമ്പോൾ ഷംസുക്ക ആക്ച്വലി കഥയൊക്കെ പറയാൻ മുമ്പ് ഈ പാട്ടൊക്കെ കൊണ്ടാ പോകുന്നത്. ഈ നമ്മളെല്ലാം കൊണ്ടാ വരുന്നതെന്നുള്ളൊരു ഫീൽ അവർക്ക് തോന്നാനും, പിന്നെ നമ്മൾ ആക്ച്വലി അത് കാര്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവർക്ക്. അപ്പോൾ ദുൽഖർ ആക്ച്വലി പാട്ടൊക്കെ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നാണ്. അല്ലാണ്ട് എന്നെ വെക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. പാട്ടൊന്നും ഇല്ലാണ്ട് ഷംസുക്ക പോയി എൻ്റെ അടുത്തൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെ എന്നെ വെക്കണം, അതെന്നെ അവരെ തന്നെ വെച്ച് ചെയ്തോളൂ എന്നും പറയുക. എന്ന് വെച്ചെങ്കിൽ ദുൽഖറൊന്നും വിചാരിച്ച വേറെ മ്യൂസിക് ഡയറക്ടർ കിട്ടാത്ത ഒരു പ്രശ്നമൊന്നും ഇൻഡസ്ട്രിയിലില്ല. അപ്പോൾ ഈ പാട്ട് കേട്ട സമയത്ത് പുള്ളിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്നൊക്കെ അറിയാം. പിന്നെ ഇത് ദുൽഖർ പാടിയാൽ നന്നായിരിക്കുന്നില്ലൊരു തോട്ട് വന്നു. ദുൽഖറിന് പാട്ട് കേട്ട് പരിചയമുണ്ട്, പുള്ളി അത് പിന്നെയും കേട്ടു. അങ്ങനെ പുള്ളി ഓൾറെഡി മുന്നേ കുറേ പാടിയിട്ടുണ്ടല്ലോ, ഗോപിചേട്ടനും ഒക്കെ വേണ്ടി കുറേ പാടിയിട്ടുണ്ട്. അപ്പോൾ സിംഗിങ് നിലനിൽക്ക് എന്തായാലും പുതിയതായിട്ടുള്ളൊരു പരിപാടിയല്ല. അങ്ങനെ പുള്ളി വന്ന് വളരെ പെട്ടെന്ന് പാടി പോയി. കുറേ സമയം സ്റ്റുഡിയോയിലിരുന്ന് മാറ്റി പാടിപ്പിക്കുക, അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പാടണം, അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി വളരെ പെട്ടെന്ന് വന്നു പാടിപ്പോയി. പിന്നെ അവർ ഷൂട്ട് ചെയ്തു വീഡിയോ. അങ്ങനെ ഭയങ്കര ക്വിക്കായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് പാടിപ്പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ മുന്നേ മണിയറേല അശോകനാണെങ്കിലും അഭിലാഷാണെങ്കിലും OTT-യിലാണ് അത് കൂടുതലായിട്ടും ബൂസ്റ്റ് ചെയ്ത്. ഇപ്പോൾ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഓഫ്കോഴ്സ് നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതും അത് കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ OTT-യിലാണ് ഇത് ആക്ച്വൽ ഓഡിയൻസിനെ കണ്ടെത്തുന്നത്.
ഇപ്പം ഈ മ്യൂസിക്കിന് ഇപ്പം അതിൻ്റെ ഓഡിയൻസ് വേറെ വേറെയാണല്ലോ, അതിലെന്തെങ്കിലും മാറ്റം വരുമോ? തിയേറ്ററിലേക്കുള്ളതിലും OTT-ലേക്കുള്ളതിലും മാറ്റം വരുമെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ കാണുന്നത് അതൊരിക്കലും OTT-ൽ കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചില പാട്ടുകളുണ്ട് ഭയങ്കരമായിട്ട് ഈ വിഷ്വലിൻ്റെ ഒന്നിച്ച് തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുക. അത് OTT-ൽ ചെറിയ സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കുറേ ആൾക്കാർ ഒന്നിച്ചൊരു നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര അടിച്ചൊളി പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ആയിരിക്കും ഒറ്റയ്ക്കിരുന്നൊരു സ്ക്രീനിലോ അല്ലെങ്കിൽ ചെറിയ സ്പീക്കറിലോ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർക്ക് OTT-ൽ പറഞ്ഞ പോലെ കാണുന്നതായിരിക്കും ഇഷ്ടം, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില പാട്ട് ചെറിയ സ്പീക്കറിലും ഫോണിൻ്റെ സ്പീക്കറിൽ അല്ലെങ്കിൽ ചെറിയ സ്പീക്കറിൽ ഭയങ്കര വലിയ സ്പീക്കർ സബ്ബൊക്കെയുള്ള വലിയ സ്പീക്കറിൽ കേൾക്കുന്ന അതൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വ്യത്യാസം എക്സ്പീരിയൻസ് എന്തായാലും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതെന്തായാലും എക്സ്പീരിയൻസ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ആണ്. ഈ മ്യൂസിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണല്ലോ. അപ്പോൾ വെറുതെ കമ്പോസ് ചെയ്യുക, എനിക്കിതിൻ്റെ വ്യത്യാസം അറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. ലൈക്ക് കമ്പോസ് ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിൽ രണ്ടിലും എന്താ മാറ്റമുള്ളത്? കമ്പോസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കില്ലേ, നമ്മൾ തട്ടത്തിൽ നിന്നില്ല, അതിപ്പോൾ അത് നമ്മളൊരു മെലഡി ഉണ്ടാക്കി അങ്ങനെ കമ്പോസിങ് നമ്മൾ ബേസിക്കലി പറയാം. മെലഡി കമ്പോസ് ചെയ്യാം പാട്ടിൻ്റെ. പിന്നെ ലിറിക്സ് എഴുതും അതിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യാം. അത് വൈസ് വൈസ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടാവില്ല. നമ്മൾ കേൾക്കുന്ന ഈ കരോക്കെ മൈനസ് ട്രാക്ക് എന്നൊക്കെ പറയൂലേ, ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ വരുന്ന സംഭവം. ഇപ്പോൾ ശ്രീഹരി ചെയ്തിട്ടുള്ള പാട്ടുകളിൽ കൂടുതലായിട്ടും മെലഡി തന്നെയാണ് വന്നിട്ടുള്ളത്. അതാണോ ഫേവറേറ്റ് ഓണർ? അല്ലെ എക്സ്പ്ലോർ ചെയ്യാൻ ഏതെങ്കിലും ലൈക്ക് ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം? എനിക്ക് കുറച്ച് വലിയ സൗണ്ടുള്ള സാധനങ്ങളൊക്കെ ലൗഡായിട്ടുള്ള മ്യൂസിക് ചെയ്യണമെന്നുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, അതായത് തിയേറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് അങ്ങനെ ഒരു സംഭവമില്ലേ. അതെ അതെ അതെ, അത് അങ്ങനത്തെ കുറേ ഈ സൗത്ത് സൈഡ് പരിപാടിയില്ലേ, കുറേ സൗണ്ട് അങ്ങനത്തെ കുത്ത് സോങ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡ പടങ്ങളൊക്കെ വരുന്ന സാധനങ്ങൾ ചെറുതൊന്നുമല്ല, കുറച്ച് അങ്ങോട്ട് മുകളിലോട്ടൊക്കെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ സൗണ്ടൊക്കെ ചെയ്യണം. ഇതെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തന്നെ ആയിപ്പോവും. അതുകൊണ്ട് അതിനും എപ്പോഴും സൗണ്ട് മാറ്റി ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ അത് നമ്മൾ അതിൽ തന്നെയായി സ്റ്റക്കാവും. എപ്പോഴെങ്കിലും ഇതിൽ ബ്ലോക്ക് വരാറുണ്ടോ? ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പാടുന്നു വീണ്ടും മാറ്റി ചെയ്യുന്നു, ആ സമയത്ത് എപ്പോഴെങ്കിലും അവിടെ ഇല്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ടോ? അതൊക്കെ വരും, സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. അതെല്ലാവർക്കും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അങ്ങനെ ക്രിയേറ്റീവ് ബ്ലോക്ക് അതെപ്പോഴും വരും. എന്താ ചെയ്യുക അപ്പം ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത്? ഇപ്പോൾ വേറെ പാട്ട് കേൾക്കും, എന്നിട്ട് അതിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കും. അതുതന്നെയാണ് ഒന്ന് നമ്മൾ ബ്ലോക്ക് ആവുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി ചില സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന പാട്ടൊക്കെ കേൾപ്പിക്കും. അത് ഇതിനപ്പുറത്തേക്ക് പ്രൊഡക്ഷനിൽ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ വെറുതെ സജസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്ത് നോക്ക്, ചിലപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞൊരു രസമായിരിക്കും എന്നൊക്കെ. അപ്പോൾ എൻ്റെ ബ്ലോക്കൊക്കെ ഞാൻ അങ്ങനെ ഇപ്പോൾ ഇതുവരെ മാറ്റിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു ടൈമാണ്, അതെന്തായാലും മാറും. പക്ഷേ ആ ഒരു ബ്ലോക്കുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഡിപ്രസ്ഡ് ആവാണ്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി പോയാൽ അത് എൻ്റെ ബ്ലോക്ക് സാധാരണ അങ്ങനെ മാറാറുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, അത് അങ്ങനെ സോർട്ട് ചെയ്യാറുണ്ട് എപ്പോഴും. ഈ അഭിലാഷത്തിലെ ഫേവറേറ്റ് ട്രാക്ക് ഏതാ? എനിക്ക് സുനോന എന്നുള്ള ട്രാക്കാണ് ഇഷ്ടം. അത് എനിക്ക് തോന്നുന്നു അത് ആൾക്കാരധികം കേട്ടിട്ടുണ്ടാവില്ല ആ പാട്ട്. ആക്ച്വലി അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ആൽബത്തിൽ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് പോയ പാട്ടാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് അതാണ് ആ പാട്ട്. അത് കണ്ണാലേ കണ്ണാലേ രണ്ടാളും മിണ്ടിയിലേ കണ്ണായും ചിമ്മാതെ ഇന്നാളും മിണ്ടിയിലേ തോളും മേലാരോ തോളുന്നു ചാരിയിലേ മേലും
सुनो ना 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 सुनो ना 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 सुनो ना सुनो ना ना सुनो ना 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 सुनो ना 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 सुनो ना ना सुनो ना 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 सुनो ना 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 सुनो ना सुनो ना ना सुनो ना 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 सुनो ना 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 ना. ഈ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ അധികം നോട്ടീസ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് വച്ചയിലെ ട്രാക്കായിരിക്കും ചിത്ര ചേച്ചി പാടി. മുന്നേ ഞാൻ ശ്രീഹരി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കമ്പോസിങ് തുടങ്ങിയ കാലം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ചിത്ര ചേച്ചിയെ കൊണ്ട് പാട്ട് പാടിക്കുക എന്നുള്ളത്. ആ പാട്ട് പാടിക്കുന്ന സമയത്ത് ആ വർക്ക് ചെയ്തൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുമല്ലോ ചിത്ര ചേച്ചിയായിട്ട്, സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള ഒരു വർക്കിംഗ് മൊമെന്റ്. അത് ചിത്രേച്ചി പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ട് കേട്ടാൽ അതുപോലെ തന്നെ പാടിത്തരും. ഈ നമ്മൾ ചിത്രേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും നല്ല സിംഗർ ആയതുകൊണ്ട് അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെറുതിലേ എനിക്ക് അങ്ങനെ ആഗ്രഹമായിരുന്നു ഞാൻ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചിത്രേച്ചിനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കണമെന്നില്ല. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ പാടുന്ന സമയത്തില്ല, ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അത് ഞാനതിൽ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നില്ല ആ സമയത്ത്. ചിത്രേച്ചി ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്വീറ്റാണ് ചിത്രേച്ചി. ചിത്രേച്ചിനെ കാണാൻ ഭയങ്കര ഒരു ഗ്രേസും, അതായത് ഒരു ഭയങ്കര രസം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കണ്ട് ചിത്രേച്ചിനോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പാടുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. പാടിക്കഴിഞ്ഞ് ചിത്രേച്ചി ഓക്കെ അല്ലേന്ന് ചോദിക്കും. ആ ഓക്കെ അങ്ങനെ. അതാണ് ആ ഒരു അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. അത് ചിത്രേച്ചി ഇങ്ങനെ പറയും, അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് പാടി നോക്കാം, അപ്പോൾ അതായിരിക്കും നല്ല. പിന്നെ ചിത്രേച്ചി എനിക്കൊരു സജഷൻ വന്ന് പറഞ്ഞിരുന്നു. അതായത് ചില സമയത്ത് നമ്മൾ പാട്ട് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഭയങ്കര ടെക്നിക്കലൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടൊക്കെ, അതായത് കറക്റ്റ് ഗ്രിഡിലൊക്കെ വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് ഉണ്ടാവും ഈ കമ്പോസിങ്ങിൽ ആക്ച്വലി. പക്ഷെ അത് ലൈവായി പാടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പാടാൻ പറ്റണമെന്നില്ല. നമ്മൾ ഈ ഇന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ ചില സമയത്ത് കട്ട് ചെയ്തിട്ടൊക്കെ റെക്കോർഡ് ചെയ്യും. പക്ഷെ അത് ലൈവായിട്ട് പാടുമ്പോൾ ആ ഒറ്റ സ്ട്രക്ചറിൽ അത് ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരില്ല, ഒരു ഹോൾ സ്റ്റാൻസ അല്ലെങ്കിൽ ഒരു ഇത്ര ലൈൻ. പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ പറ്റും, എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നതല്ലേ. പക്ഷെ അത് ലൈവായിട്ട് പാടുന്ന സമയത്ത് ചിലപ്പോൾ ആ ഹോൾ സ്റ്റാൻസ നമുക്ക് ബ്രത്തൊന്നും എടുക്കാണ്ട് അങ്ങനെ പാടാൻ പറ്റില്ല. അപ്പോൾ ചിത്രേച്ചി പറഞ്ഞു നമുക്കത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ലൈവ് പാടുന്ന സമയത്ത് അങ്ങനെ വൃത്തിക്ക് പാടാൻ പറ്റും. അങ്ങനെ ഒരു സജഷൻ ആക്ച്വലി ചിത്രേച്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഇത് ആൾക്കാർക്ക് പാടാൻ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പാടാൻ പറ്റണം. ഭയങ്കര ടഫായിട്ടൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇനി പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് വെറുതെ ഒന്ന് മൂളാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് പണ്ടത്തെ പാട്ടൊക്കെ കരോക്കേന്ന് വെച്ച് വെറുതെ പാടാമല്ലോ. പാടാൻ അറിയാത്ത ആൾക്കാർക്കും വെറുതെ അതിനൊന്നിച്ച് ഇങ്ങനെ വെറുതെ കരോക്കെ ഇട്ട ലിറിക്കൊക്കെ അറിയാമെങ്കിൽ പാടാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കുറേ നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പാട്ടുകൾ കുറേ, എല്ലാ പാട്ടും എന്നല്ല, ചില പാട്ടുകൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായാലും ചില സമയത്ത് കരോക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. കുറച്ചും കൂടി മെലഡി വൈസ് കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ, സിമ്പിൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ടായിരിക്കണം എനിക്കിനി ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാനത് ഭയങ്കര ചിത്രേച്ചി അന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ കുറേ ആൾക്കാർ പാടുന്നുണ്ട് അഭിലാഷത്തിലെ പാട്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ഈ ചില സമയത്ത് ചില നോട്ട്സൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും പാടാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുറച്ച് സോഫ്റ്റ് ആക്കണം ആ പരിപാടി എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അതൊന്ന് ചിത്രേച്ചി പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിച്ചു തുടങ്ങി. ഈ ബ്രീത്തിങ് സ്പേസ് എപ്പോഴും വേണം എന്ന് പറയാറുണ്ടല്ലോ സോങ്സിൽ, അത് തോന്നിയിട്ടുണ്ടോ? ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ട് വേണം പാട്ട് കമ്പോസ് ചെയ്ത് വെക്കാൻ. അത് ശരിയായിരിക്കും കേട്ടോ. അതാണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഇതിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടും, കട്ട് ചെയ്യും, പിന്നെ റെക്കോർഡ് ചെയ്യും, അങ്ങനെ പഞ്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യും. പക്ഷെ അത് ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പോൾ ലൈവൊക്കെ പാടുമ്പോൾ നമുക്ക് രണ്ടുപേര് പാടി നിർത്തി ഒരു മിനിറ്റ് ബാക്കി അങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിച്ച് പാടണം. പക്ഷെ ചില പാട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ലൈവ് പാടുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അയ്യോ ഇത് പാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സാധനം. അതാണ് അത് കുറച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാട്ട്. അത് ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. അത് എൻ്റെ പാട്ട് ആൾക്കാർ പാടണം, കേൾക്കണം, അങ്ങനെ പാടി കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അത് ഒന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്താൽ പല രീതിയിലേക്ക് പോകും. ഒരാൾ ഇഷ്ടമാണ്, അതായത് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞു, അതായത് എനിക്ക് അങ്ങനെ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, അങ്ങനത്തെ പാട്ടുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം.
ഇതിനകത്ത് തന്നെ പഴയൊരു പാട്ട് നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് ടി വിയിൽ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആൽബം സോങ് ആണ്. ഇത് വീണ്ടും കൊണ്ടുവരും, ഇതൊരു ട്രെൻഡ് കൂടെയാണല്ലോ. അത്തരം പാട്ടുകൾ നമ്മൾ പിക്ക് ചെയ്ത് വീണ്ടും ആളുകൾക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് ഇപ്പം വേറൊരാൾ ചെയ്തിട്ടുള്ള പാട്ടാണ്, അത് വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്തൊരു ഹൈ കിട്ടാറുണ്ടോ അത് ചെയ്യുന്ന സമയത്ത്? ആക്ച്വലി നമ്മൾ അഭിലാഷത്തിൽ അതിലങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ആ ട്രാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ട്രാക്കായി നമ്മൾ എടുത്തിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിതംസ് സാധനങ്ങൾ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ആ പാട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ പടത്തിൽ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ ആ പാട്ട് പണ്ടോട്ടേ കേട്ട പാട്ടായതുകൊണ്ട് പിന്നെ അത് ഷംസുക്കൊക്കെ ഉറപ്പായിരുന്നു ആ പാട്ട് അവിടെ അതാണ് വേണ്ടതെന്നില്ല. പിന്നെ അങ്ങനെ ഒരു രസമായിരുന്നു അത്. ഇപ്പം വരുന്ന ഫീഡ്ബാക്കിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ഒരു എക്സ്പീരിയൻസ്? എനിക്ക് കുറേ ഭയങ്കര പേഴ്സണലി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, എന്താ പറയണ്ടേ, അങ്ങനത്തെ മെസ്സേജസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഞാനപ്പോൾ ആ പാട്ട് ഒന്നും കൂടി പോയി ചില ആൾക്കാർ ചില പാട്ടെ പറ്റിയായിരിക്കും പറയുന്നത്. എന്നെ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂവ് ഓൺ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഇമോഷണലി ഒന്നും തോന്നുന്നുണ്ട്. ഞാൻ അപ്പം ആ പാട്ട് ഒന്നും കൂടി എടുത്ത് കേൾക്കും. അങ്ങനെ മാത്രം ആ ഒരു സെൽഫായിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറേ ആൾക്കാർ അവർ പേഴ്സണലി അവർക്ക് ഭയങ്കര ഇപ്പം തട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ കുറേ കാര്യം ഓർമ്മ വന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഓരോ പാട്ടെടുത്ത് ഓരോ ആൾക്കാർ ഓരോ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഒരു ആരെന്ത് ചെയ്താലും അത് ഇനിയിപ്പോൾ ഞാനൊരു പാട്ടുണ്ടാക്കി അത് ആൾക്കാർ കേട്ട് അതിനെ പറ്റിയിട്ട് അവർക്ക് ഉണ്ടായ ഒരു കേൾക്കുമ്പോൾ അവർ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കാണുന്നതും അത് നമുക്ക് വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതുണ്ട്. അത് ഭയങ്കരമായിട്ട്. പക്ഷെ അതിന് അടുത്തൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതായത് ചെയ്യുന്ന സംഭവം ആർക്കെല്ലാം ഇവിടേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴാണല്ലോ അടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം വരുന്ന റെസ്പോൺസസ് ഇല്ലേ, സ്പോട്ടിഫൈയിലും യൂട്യൂബിലും അടക്കം ഉണ്ടാകുന്ന റെസ്പോൺസസ് ഇല്ലേ, അതിനെപ്പറ്റി സ്പോട്ടിഫൈയിൽ എന്താ പറയുക, സ്പോട്ടിഫൈ ലിസണേഴ്സ് കൂടി കുറേ കാലം ഉറങ്ങിക്കൊണ്ടുണ്ടായ ഒരു പ്രൊഫൈലാണ്. പക്ഷേ ഈ മണിയർല അശോകൻ്റെ പാട്ടും കമ്മ്യൂണിസ്റ്റ് ചർച്ചിലത്തെ പാട്ടൊക്കെ ആൾക്കാർ അതിൽ കാണും, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ കാണും എത്ര ആൾക്കാർ കേട്ടു എന്നൊക്കെ കാണും. അപ്പോൾ അതൊരു ഇങ്ങനെ പോകുന്നുണ്ടായതാണ്. അപ്പോൾ പടം ഇറങ്ങിക്കഴിയുന്ന സമയത്തും കുറച്ച് ഇങ്ങനെ പോയി. 23-ാം തീയതി OTT ഇറങ്ങിയ സമയത്തും ഇങ്ങനെ. അപ്പോൾ ആ ഒരു ചേഞ്ച് വന്നു, അതിൽ കാണും ഇങ്ങനെ ഗ്രാഫ്. അപ്പോൾ പെട്ടെന്ന് ലിസണേഴ്സ് ഒക്കെ കൂടി. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ. ഇപ്പം അഭിലാഷത്തിന് വലിയ രീതിയിൽ എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പാട്ടുകൾക്ക് പ്രത്യേകിച്ചും ഒരു ഭയങ്കര രീതിയിലുള്ള ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഗ്രാഫ് കുത്തനെ പോകട്ടെ, ഒരുപാട് നല്ല പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ സ്റ്റഡി ക്ലാസ്. സ്റ്റഡി ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.